മിസ്റ്റർ രാമേന്ദ്രൻ, ഒടുവിൽ നമ്മൾ കാത്തിരുന്നതുപോലെ മല പോലെ വന്ന് എലി പോലെ ആയി എന്ന് പറഞ്ഞ അതുപോലെ പി ജയരാജൻ്റെ BJP പ്രവേശനം സംബന്ധിച്ച വിവാദം CPM ചർച്ച ചെയ്ത് യെ കുറ്റവിമുക്തനാക്കി. അതെ, ചിറ്റപ്പന് ചുറ്റും പാർട്ടി പിന്തുണയുമായി നിൽക്കുന്നു. അതെ, വിവാദം ഉന്നയിച്ച ആളിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പി ജയരാജന് അനുമതിയും കൊടുത്തു. അതെ, അദ്ദേഹം അത് ചെയ്യും എന്നും പറഞ്ഞു. ആരെക്കുറിച്ചും എന്തും പറയാം എന്ന് തീരുമാനിച്ചിറങ്ങിയവർക്ക് നിങ്ങൾ കൊടുക്കുന്ന വാർത്താ പ്രാധാന്യമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് പറയുന്നതെല്ലാം കേട്ട് എന്നെപ്പോലെ അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവുമുള്ള ഒരു നേതാവിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കാം, ഇങ്ങനെയൊക്കെ വാർത്ത ചെയ്യാമോ എന്ന് മാധ്യമപ്രവർത്തകരെ പി ജയരാജൻ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രശ്നം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്നും അതിൻ്റെ തലേന്നുമായിട്ട് ഉരുത്തിരിഞ്ഞു വരികയും കേരളം മുഴുവനും ഇങ്ങനെ ചർച്ചാ വിഷയമാവുകയും CPMൻ്റെ സമുന്നതനായ ഒരു നേതാവ് BJPയിൽ ചേരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിച്ചിരിക്കുക കാലുമാറി പിൻവാങ്ങി എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇപ്പോൾ CPM അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നത് ഈ മാധ്യമങ്ങളെ പരസ്യമായി ശാസിക്കാം എന്ന് പാർട്ടി തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്കാണ് പഴി. അതെ, ഈ ഗോവിന്ദൻ്റെ കുറച്ച് ദിവസം മുമ്പ് നികേഷ് കുമാറുമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ മാധ്യമങ്ങളാണ് ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് ജയരാജൻ പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രി പറയുകയായിരുന്നു നിങ്ങളാണ് ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇത്രയും കാലം മാധ്യമമാണല്ലോ അന്നം കൊടുത്തത്, എന്നിട്ടും മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരുന്നു. ഒരു അടിമയെ പോലെ, മുതലാളി പറയുന്നത് ഒരു അടിമയെ പോലെ കേട്ടുകൊണ്ടിരുന്നു. നിങ്ങളാണ് ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകരെ പറ്റി പറഞ്ഞതാണ്. അത് അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ചെറുതായിട്ടൊക്കെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ കമൻ്റ് ഒന്നും ചെയ്യാൻ പോയില്ല. ഇപ്പോഴും ഗോവിന്ദൻ പറയുന്നത് മാധ്യമങ്ങൾ ശരിയായ കാര്യമല്ല ചെയ്യുന്നതെന്നാണ്. മാധ്യമങ്ങളുടെ ജോലി എന്താണ്? റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലേ ആളുകൾ പറയുന്നത്. മാധ്യമങ്ങൾ ഇതിൽ എന്താണ് ചെയ്യാതിരുന്നിട്ടുള്ളത്? ശോഭ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പി ജയരാജൻ വോട്ടെടുപ്പിൻ്റെ അന്ന് രാവിലെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പി ജയരാജനെ പരസ്യമായി മുഖ്യമന്ത്രി ശാസിച്ചത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ജോലിയല്ലായിരുന്നു. കാരണം അദ്ദേഹം പാർലമെൻ്ററി രംഗത്താണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പരസ്യമായി ഒരാളെ, ഒരു സഖാവിനെ ശാസിക്കണമെന്നുണ്ടെങ്കിൽ അത് സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. സെക്രട്ടറി PB അംഗമാണ് 2022 മുതൽ. ഇത്രയുമൊക്കെ പാർട്ടി ചെയ്തതാണ്. പി ജയരാജൻ ആ സമയത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടിട്ടാണ് പിണറായി വിജയൻ ശാസിച്ചത്. ആണല്ലോ, അദ്ദേഹം തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടു. ഇതാദ്യമല്ല, മുമ്പും തെറ്റായ കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ തെറ്റായ കൂട്ടുകെട്ട് ദല്ലാൽ നന്ദകുമാറിനെ കുറിച്ചാണ്. അതെ, പേര് ഒന്നും പറയാതാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും പാപിയോടൊപ്പം ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും. അതെ, അങ്ങനൊരു പഴഞ്ചൊല്ലില്ല. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല, പക്ഷേ അങ്ങനെ ഒരെണ്ണം അദ്ദേഹത്തിന് ഉണ്ടാക്കാം. ജ്യോത്സ്യത്തിലുണ്ട്. അതായത് പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ശുഭൻ എന്നാണ് പറയുന്നത്. ശിവൻ എന്നല്ല, ശുഭൻ. അപ്പൊ പാപഗ്രഹങ്ങളുടെ കൂടെ ശുഭഗ്രഹങ്ങളും ചേർന്നാൽ ഈ ശുഭഗ്രഹം പാപഗ്രഹത്തിന്റെ ബലം ചെയ്യും. അതാണ് ജ്യോത്സ്യത്തിലെ പ്രമാണം. അത് ജ്യോതിഷമാണ്. അതെ. അപ്പം ഇദ്ദേഹം ഈ ജ്യോതിഷ സൂക്തം ഉദ്ധരിച്ച് ഈ കാര്യത്തെ കുറിച്ച് പറയുകയും എന്നാൽ പ്രകാശ് ജാവ്ദേക്കറെ ജയരാജൻ കണ്ടത് തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാതിരിക്കുകയും ചെയ്തു. അതെ. ഇപ്പോഴും CPM സെക്രട്ടേറിയറ്റ് BJP നേതാവ് കേരളത്തിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയതിനെപ്പറ്റി പാർട്ടി മിണ്ടുന്നില്ല. അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്ന ഒന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹം ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ പോയതാണല്ലോ. ആ ഭാഗം ഡിനേ ചെയ്യുന്നില്ല. കാരണം മറ്റേ നിതിൻ ഗഡ്കരിക്ക് പണ്ട് പിണറായി വിജയൻ
വിരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അതാണല്ലോ പ്രേമേന്ദ്രൻ പറയുന്നത്. പ്രേമേന്ദ്രൻ ഒരു ഉച്ചയൂണിന് മോദി വിളിച്ചതിന് പകരമായിട്ട് പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ്. നിതിൻ ഗഡ്കരി പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് താമസിച്ചു, അദ്ദേഹത്തിന് വിരുന്നും കൊടുത്തു. അത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ എല്ലാവരും പല കേസുകളിലായിട്ട് പ്രതിയാണ്. ജയരാജനെ അങ്ങനെ തൊടാൻ എന്നൊന്നും കഴിയില്ല. ജയരാജന് വാടിക്കൽ രാമകൃഷ്ണൻ കഥ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവർ ബോബനും മോളിയും പോലെയൊക്കെ നടന്ന ആളുകളല്ലേ, ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. മലപ്പുറം സംസ്ഥാന സമ്മേളന കാലത്ത് VS അച്യുതാനന്ദൻ ജില്ലകൾ മുഴുവൻ പിടിച്ചിരുന്നു. ആ കാലത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ജില്ലയിലും എത്ര VS എത്ര പിണറായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് ഫീൽഡിലിറങ്ങിയ 2 പേര് ഈ വിഭാഗീയതയിൽ VS അച്യുതാനന്ദനെതിരെ, അതായത് VS ക്യാമ്പിൽ നിന്ന് മാറുകയാണ് EP ജയരാജൻ. EP ജയരാജനും MA ബേബിയാണ് അന്ന് ഫീൽഡിലിറങ്ങി ആളുകളെയൊക്കെ സംസാരിച്ച് ഈ പിണറായി പക്ഷത്താക്കിയത്. എന്തൊക്കെ കഥകളാണ് സത്യത്തിൽ EP ജയരാജന് പറയാനുള്ളത്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാമായിരുന്നെങ്കിൽ മുമ്പും ചെയ്യാമായിരുന്നല്ലോ. എത്രയോ കാര്യങ്ങളുണ്ട്. വൈദേകം റിസോർട്ടിൻ്റെ കാര്യമുണ്ട്. അത് പാർട്ടി അറിയിച്ചിട്ടല്ല ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ മറ്റേ സാന്റിയാഗോ മാർട്ടിൻ, ചാക്കര രാധാകൃഷ്ണൻ, ഫണ്ടിൻ്റെ കാര്യം, അതെ, ബോണ്ടായിട്ടാണ് മേടിച്ചത്, അത് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന പ്രകാശ് കാരാട്ട് അന്ന് സെക്രട്ടറി ആയിരുന്നപ്പോൾ പറഞ്ഞു. അത് തിരിച്ചു കൊടുത്തതായിട്ട് നമുക്കൊന്നും അറിയില്ല. ആ 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിന് തിരിച്ചു കൊടുത്തു എന്ന് നമുക്കറിയില്ല എന്ന് മാത്രമല്ല, സാന്റിയാഗോ മാർട്ടിൻ DMKക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. DMK ആ പൈസ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൂടി തമിഴ്നാട്ടിൽ ചെലവാക്കുന്നുമുണ്ട്. അതെ, അതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അതെ. പിന്നെ മാത്രമല്ല, അന്നത്തെ ആ സാന്റിയാഗോ മാർട്ടിൻ്റെ പണമാണ് തഴപ്പായിൽ കെട്ടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത്. അതെ, 2 ദേശാഭിമാനി ജീവനക്കാരും നമുക്കറിയാവുന്ന ആളുകളാണല്ലോ, അവരൊക്കെ നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഒരു അംഗവും ആ കാറിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരം വിവാദങ്ങളൊക്കെ ഉൾപ്പെടെ ഇനിയും പുറത്തു വന്നിട്ടില്ലാത്ത പാർട്ടി രഹസ്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ. തൃശ്ശൂര് താൽക്കാലിക സെക്രട്ടറി ആയിരുന്നു EP ജയരാജൻ. ആ സമയത്താണല്ലോ ഈ ഗൾഫില്, അല്ല, നമ്മുടെ വേളപ്പായ സതീശനില്ലേ, ഈ കരുവന്നൂരിലെ ദല്ലാൾ, ആ സതീശനുമായിട്ടൊക്കെ ബന്ധം വരുന്നത് അങ്ങനെയാണെന്നല്ലേ ED ഒക്കെ പറയുന്നത്. EP ജയരാജൻ അവിടെ കൊണ്ടുവന്ന കണ്ണൂർ ബന്ധത്തിൽ നിന്നും മട്ടന്നൂരിലെ ബന്ധത്തിൽ നിന്നൊക്കെ ബന്ധപ്പെടുന്ന ആളാണ് വേളപ്പായ സതീശൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സതീശൻ്റെ സഹോദരൻ ശ്രീജിത്ത്, ഇവരൊക്കെ ആ കേസിലുള്ള ആളുകളാണ്. അപ്പോൾ തൃശ്ശൂരിൽ ഈ താൽക്കാലിക സെക്രട്ടറി ആയിരുന്ന കാലത്തും പല ബന്ധങ്ങൾ. അപ്പോൾ ആ സതീശനുമായിട്ടുള്ള കൂട്ടുകെട്ട് ശരിയായില്ല എന്ന് പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ? അത് പറയുന്നില്ലല്ലോ. ഇനി ഇതിന് മറുപടി പറയാൻ വേണ്ടിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ അഭിമുഖങ്ങൾ ഇന്ന് പത്രങ്ങളിലും പിന്നെ ഏഷ്യാനെറ്റ് ചാനലിലും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ശോഭയെ EP ജയരാജൻ കണ്ടിട്ടേ ഇല്ല എന്ന് EP ജയരാജനും നേരത്തെ പറഞ്ഞു. ശോഭ പറയുന്നത് 3 തവണ EP ജയരാജനെ കണ്ടിട്ടുണ്ട്. അല്ല, 3 തവണ ഈ നന്ദകുമാറിനെ 4 തവണ കണ്ടിട്ടുണ്ട്. EP ജയരാജനെ 3 തവണ കണ്ടിട്ടുണ്ട്. നന്ദകുമാർ വടക്കാഞ്ചേരിയിൽ ശോഭയുടെ സഹോദരിയുടെ മകൻ്റെ വീട്ടിൽ ചെന്നിരുന്നു 2 തവണ. ശോഭ സുരേന്ദ്രൻ്റെ തൃശ്ശൂരിലെ വാടക വീട്ടിൽ ചെന്നിരുന്നു 2 തവണ. അങ്ങനെ 4 ഈ നന്ദകുമാർ. അത് കഴിഞ്ഞ് 3 തവണ ജയരാജനുമായി സ്പീക്കറിലിട്ട് സംസാരിച്ചത് കേൾപ്പിച്ചു. അപ്പോൾ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ ജയരാജനുമായിട്ട് നല്ല ബന്ധമാണ് നന്ദകുമാറിനെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് 2023 ജനുവരിയിൽ സമയമൊക്കെ പറയുന്നുണ്ട്. 2023 ജനുവരിയിൽ വെണ്ണലയിലെ വീട്ടിൽ വെച്ച് ജയരാജനെ കണ്ടു, ഈ നന്ദകുമാറിൻ്റെ. അത് കഴിഞ്ഞ് ഡൽഹി ലളിത് ഹോട്ടലിൽ വെച്ച് കണ്ടു. ആ ഡൽഹി ലളിത് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഏതാണ്ട് ഫിക്സ് ചെയ്തത്, 90% എത്തിയത്. അങ്ങനെ ചായ കുടിച്ച് 5 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ജയരാജന് ഒരു ഫോൺ വന്നു. ജയരാജൻ വല്ലാതായി. കാരണം ജയരാജൻ്റെ നീക്കം പാർട്ടിയിലേതോ ഉന്നതൻ മണത്ത് ആ പരിപാടിക്ക് നിൽക്കണ്ട,
ശരിയാക്കി കളയും എന്നൊറ്റ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ശരീരമൊക്കെ വേർത്തു എന്നൊക്കെയാണ് ശോഭ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നീട്ടിവെക്കേണ്ടി വരും, ഈ BJP ചേരുന്ന പരിപാടി നീട്ടിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് വലിയൊരാളെ BJPയിലെ വലിയൊരു നേതാവിനെ കാണാനിരിക്കുകയായിരുന്നു എന്ന് ശോഭ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശോഭ വേറൊരു വലിയ പേരും കൂടി വലിച്ചഴച്ചിട്ടുണ്ട്. അതാരുമാകാം, വലിയ ആൾ എന്ന് പറഞ്ഞാൽ അമിത്ഷായോ അങ്ങനെ ആരെങ്കിലും ആ കാലത്തെ പ്രസിഡൻ്റായിരുന്ന ആൾ, അന്ന് നഡ്ഡയാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഇതിന് ശേഷവും ഒരിക്കൽ കൂടി കണ്ടു. അതാണ് രാമനിലയത്തിൽ കണ്ടത്. ആ രാമനിലയത്തിൽ എന്തിനും ഞാൻ കാണണം, അദ്ദേഹം BJP ചേരുന്നില്ല എന്ന് പറഞ്ഞ് പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുമാർ പറഞ്ഞു അതല്ല, അദ്ദേഹത്തിന് എന്തുകൊണ്ട് അന്ന് ചേരാൻ പറ്റിയില്ല എന്നുള്ളത് വിശദീകരിക്കാനുണ്ട്, അതുകൊണ്ട് രാമനിലയത്തിൽ വരണം എന്ന് പറഞ്ഞു. ആ ചെല്ലുന്നത് നമ്മുടെ ഗോവിന്ദൻ്റെ യാത്ര തൃശ്ശൂരിലെത്തിയ ദിവസമാണ് രാമനിലയത്തിൽ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ഈ സാക്ഷിയായിരുന്ന CG രാജഗോപാൽ പറഞ്ഞില്ലേ, റിനൈസൻസിൽ വെച്ച് ജയരാജൻ്റെ മകനെ കണ്ടു എന്നുള്ളത്. അത് റിനൈസൻസിൻ്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഹോട്ടലിൽ ഇന്ന് ഈ അഭിമുഖങ്ങളിൽ ശോഭ പറയുന്നുണ്ട്. ഏതാണ്ട് ഈ ദിവസങ്ങളൊക്കെ ഏതാണ്ട് ഡേറ്റുകളും ഒക്കെ കറക്റ്റാണ്. ഇങ്ങനെയൊന്നും പിന്നെ പ്രകാശ് ജാവ്ദേക്കർ എന്തിനാ ആക്കുളത്തെ ജയരാജൻ്റെ മകൻ്റെ വീട്ടിൽ പോയി ഒരു ബർത്ത്ഡേ ചടങ്ങ് അവിടെ നടക്കുന്നു, അതിൽ ഭാഗവാക്കാകാനല്ലല്ലോ അദ്ദേഹം പോയത്. ഒരിക്കലും അങ്ങനെയല്ലല്ലോ, ആയിരിക്കില്ലല്ലോ. അപ്പോൾ ആ ജയരാജനുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യം അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. മറ്റേ ജാവ്ദേക്കറിനെയും ജയരാജനെയും അറിയാവുന്ന ഒരാളാണല്ലോ നന്ദകുമാർ. അതെ. നന്ദകുമാറിൻ്റെ കാറിൽ കയറി ജാവ്ദേക്കർ പോകുന്ന ദൃശ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന ദൃശ്യമുണ്ട്. അവർ തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പക്ഷേ MP ഗോവിന്ദൻ പറയുന്നത് എന്താണ്, വെറുതെ ചായ കുടിക്കാൻ പോയതിന് ഞങ്ങൾ എന്തിനു നടപടിയെടുക്കണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചായ കുടിക്കാൻ വന്നു എന്ന് EP ജയരാജൻ പറയുന്ന വിശദീകരണം തൊണ്ട തൊടാതെ പാർട്ടിക്ക് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു. ജയരാജൻ വിശദീകരിച്ചു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജയരാജൻ എന്താണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വിടാമായിരുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച അത് അടച്ചിരിക്കുകയാണ്. താഴോട്ട് പോകണ്ട. അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞാണ് ജയരാജൻ. അത് തന്നെ അവിടെ ആവർത്തിച്ചിട്ടുണ്ട്, അത് സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MP ജയരാജൻ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അക്കാര്യത്തിൽ നടപടി ഉണ്ടായിക്കഴിഞ്ഞു. അതാണ് ആ പരസ്യമായ ശാസന. മുഖ്യമന്ത്രിയുടെ ഭാവി വിളിയോടെ തീർന്നു, അതോടെ തീർന്നു എന്ന് പറയുന്നു. ഇപ്പം ഇദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായിട്ട് നേരിടുന്നല്ല, നിയമപരമായിട്ട് ഞങ്ങൾ നേരിടുന്നതാണ്. സാധാരണ പാർട്ടി പറയുന്നത് നിയമപരമായും രാഷ്ട്രീയമായും നേരിടുന്നതാണ്. ഇത് വക്കീൽ നോട്ടീസ് അയച്ചിട്ട് കേസ് കൊടുക്കാതെ അവസാനിപ്പിക്കുന്നതാണല്ലോ ഈ പറയുന്ന പരിപാടി. ഞങ്ങളിത് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയും കൂടി വരും. അത് ഈ മാപ്രകളും മുഖ്യധാരാ മാധ്യമങ്ങളും അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കും. ഇന്നും വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഈ EP ജയരാജൻ BJPയിൽ ചേരാനായിട്ട് പോയതല്ല എന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിക്കാൻ മാത്രമാണ് പോയത്. അന്ന് മറ്റേ ജാവ്ദേക്കറെ കണ്ടത് പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നും ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ അത് ജാവ്ദേക്കറുമായിട്ട് ചർച്ച ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അത് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട എന്തെങ്കിലും വിഷയമാണ്. അതാണ് അതിലെ ക്രക്സ് എന്ന് പറയുന്നത്, നിർണായകം എന്ന് പറയുന്നത്. അപ്പോൾ ആരോ ജാവ്ദേക്കറെ കാണാനായിട്ട് അയച്ചതാണ്. അതുകൊണ്ട് ഇത് സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യേണ്ടതില്ല. ഞങ്ങൾ 10-15 പേര് ചേർന്ന് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അത് സുജാതൻ അറിഞ്ഞൂടെ, അങ്ങനെയാണ് പറയുക. അപ്പം ഒരിക്കൽ ഈ എറണാകുളത്ത് നിന്നുള്ള ഒരു പഴയ മന്ത്രിയെ ഞാനൊരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. കുറേ കഴിഞ്ഞ് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, രാമേന്ദ്രൻ വിളിക്കുമ്പോൾ ഞാനൊരു പ്രമാണിയുടെ മുമ്പിലിരിക്കുകയായിരുന്നു എന്ന്. പ്രമാണി എന്ന് പറയുന്നത്
പാർട്ടി ഹൈറാക്കിയിൽ നേരെ മുകളിലുള്ള നേതാവിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും ഈ പ്രമാണിത്വമുണ്ട്. അത് പിന്നെ ജോർജ് ഓർവെൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത പോലെ പറഞ്ഞത് സം ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്ന് പറഞ്ഞു. ചിലർ മറ്റുള്ളവരെക്കാൾ സമന്മാരാണ്. അപ്പോൾ ആ പരിപാടിയാണ്. അപ്പോൾ വേറൊരാൾക്ക് വേണ്ടി പോയതാണെങ്കിൽ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ആ ആളുടെ പേരും കൂടി വരുമല്ലോ. പിന്നെ തൽക്കാലം മാധ്യമപ്രവർത്തകർക്ക് കുറച്ച് ഫത്സനവും തെറിവിളിയും ഒക്കെ ആയിട്ട് നിങ്ങളാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പോൾ ജയരാജൻ സെക്രട്ടേറിയറ്റിലെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞാൻ ചിലപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവും, ഈ ആൾ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇ.പി. ജയരാജൻ വിവാദം ഇതോടെ കെട്ടടങ്ങി എന്ന് നമുക്ക് കരുതാമോ? കെട്ടടങ്ങി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുമുന്നണി കൺവീനറാണ്. ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ലല്ലോ, നടപടി എടുത്തിട്ടില്ല. ആ കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല. അതും കൂടി തുടരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതേ ഇടതുമുന്നണി യോഗങ്ങൾ വിളിക്കുകയില്ല. അപ്പോൾ വേറൊരു ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPIക്ക് ഈ വിഷയത്തിൽ വലിയൊരു ആക്ഷേപമുണ്ടായിരുന്നു. അത് ഇന്നലെ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി വെളിപ്പെടുത്തുകയും ചെയ്തു. ബിനോയ് വിശ്വം ഇനി എന്തു വിചാരിച്ച് സമാധാനിക്കും? അതെ, അപ്പം ഞാനും അത് പറയാൻ വരികയായിരുന്നു. ബിനോയ് വിശ്വം തന്നെത്താനെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് CPMലെ ആരോ പറഞ്ഞിട്ട് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടതായിരിക്കും ഇദ്ദേഹത്തിനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ ബിനോയ് വിശ്വവും ബലിയാടായി എന്ന് വേണം കരുതാൻ. കാരണം അല്പം രൂക്ഷമായിരിക്കണം ഈ ഇ.പി. ജയരാജൻ്റെ സെക്രട്ടേറിയറ്റിലെ പ്രതികരണമൊക്കെ. അത് പുറത്ത് പറയാനും കൊള്ളില്ല. ആ വിധത്തിലുള്ള വിശദീകരണമാണെന്ന് വേണം പാർട്ടി രീതികളനുസരിച്ചൊക്കെ മനസ്സിലാക്കാൻ. ഏതായാലും ബിനോയ് വിശ്വം ഇത് മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടിയാണെന്ന് പറയാതിരിക്കട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.